ഈ രാഷ്ട്രീയത്തിന് വേണ്ടി കുത്തുകൊള്ളാനും മരിക്കാനും ഒക്കെ നടക്കുന്ന ആളുകൾ ഒന്ന് കരുതി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങളെന്തോ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയാണ്, വേറെ ഏതാണ്ടിന് വേണ്ടിയാണ് മരിക്കുന്നത്, ആ ആദർശം നിലനിൽക്കാൻ വേണ്ടിയാണ്, ആ ആശയം പുലരാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും നിങ്ങളങ്ങ് മരിച്ചു പോയതുകൊണ്ട് അറിയുന്നുണ്ടാവില്ല. ഇവിടെ ആ ആശയമൊക്കെ വിട്ട് ആമാശയവും അധികാരവുമൊക്കെയാണ് പിന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. സാക്ഷാൽ നമ്മുടെ MVR അങ്ങ് കൂത്തുപറമ്പിൽ എത്തിയ സന്ദർഭത്തിലാണ് അവിടെ ഏറ്റവും ശക്തമായ വെടിവെപ്പുണ്ടായി 4-5 ജീവനുകൾ പൊലിഞ്ഞത്. അന്ന് വലിയ വർഗശത്രുവായിരുന്നു MV രാഘവൻ. MVR മന്ത്രിയായിരുന്ന് ഈ സഹകരണ വകുപ്പൊക്കെ ഭരിച്ച് അതിൻ്റെ ഒരു ഗുണവും ഫലവുമെല്ലാം അനുഭവിച്ച ആൾ നമ്മുടെ നികേഷ് കുമാർ സാറായിരുന്നു. ഈ പ്രത്യയശാസ്ത്രപരമായി ആര് കാരണമാണോ ഈ 4-5 ജീവനുകൾ അവസാനം പുഷ്പം വരെ കിടന്ന കിടപ്പിൽ വർഷങ്ങളോളം അനുഭവിച്ച് മരിച്ചത്, ആ ഏതൊരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നിലകൊണ്ടാണോ അതെല്ലാം സംഭവിച്ചത്, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ തണലും സഹായവും ഒക്കെ ഇപ്പോൾ ലഭിക്കുന്നത് അന്ന് ഇവർ കൊല്ലപ്പെടാൻ കാരണമായ MV രാഘവൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ അതിനെ നയിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിലോ മറ്റോ ഒരു നൗഷാദ് എന്ന് പറഞ്ഞൊരു പയ്യനെ SDPIക്കാരെന്തോ കുത്തിക്കൊന്നില്ലേ എന്ന് വിചാരിച്ച് ആ മണ്ഡലത്തിലും അതിൻ്റെ പരിസരത്തുമൊക്കെ ഇതേ SDPIക്കാർ വോട്ട് ഏത് പാർട്ടിക്ക് വേണ്ടിയാണോ പുള്ളി മരിച്ചത് അവരുടെ വോട്ട് വാങ്ങി ഇവർ ജയിക്കുന്നതിനൊന്നും യാതൊരു മടിയും ഉണ്ടാവില്ല. റിയാസ് മൗലവിയും ബഷീറുമൊക്കെ കാന്തപുരം ഉസ്താദിൻ്റെ സംഘടനയിലെ വളരെ പ്രബലരായ അതിൻ്റെ പിന്തുടർച്ചക്കാരും ആളുകളും ഒക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് കാന്തപുരം ഉസ്താദിൻ്റെ പരിപാടികൾ നടക്കുന്ന സ്ഥലത്തോ അല്ലെ പിന്നീട് ഏതെങ്കിലും സന്ദർഭത്തിലോ ആ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ചയും ഒരഭിപ്രായവും ഒന്നും ഉണ്ടായില്ല. മരിച്ചവർ മരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ഞാനൊന്ന് ഓർക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ കാരായി രാജനും ഫൈസൽ വധവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലെ വാചകം കേട്ടപ്പോഴാണ് ഞാനിതെല്ലാം ഓർത്തത്. അതേ കേട്ടോളൂ. കാരായി രാജനും SDPIയും തമ്മിൽ പ്രത്യേകിച്ചൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബന്ധവുമില്ല, പ്രത്യേകിച്ച് എതിർപ്പില്ല. അവിടെ ഫസൽ വധം നടക്കുന്നത് 2006-ലാണ്. SDPI രൂപീകരിക്കപ്പെടുന്നത് 2009-ലാണ്. പാർട്ടി രൂപീകരിക്കപ്പെടാത്ത കാലത്ത് നടന്ന ഒരു സംഭവവുമായി പാർട്ടിക്ക് ബന്ധപ്പെടുത്തി പറയേണ്ട ഒരു കാര്യവുമില്ല. അത് വേറെ കാര്യമാണ്. ഞങ്ങളുമായി ഒരു ബന്ധവും ആ വിഷയത്തിലില്ല. LDFും SDPIയും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. LDF വേറെ സമൂഹം ഇല്ല, ഒരു ബന്ധം. ഫസലിന്റെ ആ സമയത്ത് SDPI ഇല്ല. SDPI ഉള്ള ഒരു 2009 കാലഘട്ടത്തിലെ ഒരു സംഭവത്തെ കുറിച്ച് SDPI പ്രതികരിക്കട്ടുള്ളൂ. ആ മറ്റു സംഭവത്തെ കുറിച്ച് നമുക്ക് പറയേണ്ട യാതൊരു ബാധ്യതയും SDPIക്ക് ഇല്ല. അത് അദ്ദേഹത്തിന്റെ പിതാവ് നിരീക്ഷണമായിരിക്കും. നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഒരു മകൻ നഷ്ടപ്പെടുന്ന പിതാവിന് ഉണ്ടാവുന്ന വ്യാകുലതയും ആകുലതയും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചെന്ന് വരും. അത് അദ്ദേഹം നമ്മുടെ പാർട്ടി പിതാവ് നമ്മുടെ പാർട്ടിയുടെ മകൻ പറഞ്ഞതല്ല, ഒരു പിതാവിന്റെ വ്യാകുലതൊക്കെ പങ്കുവെച്ചതാണ്. അതിന്റെ കേസിലെ ഇപ്പൊ എന്തായാലും ആ കേസ് വിധി വന്നല്ലോ. വിധി വന്നപ്പോ അത് ആ പ്രതികളൊക്കെ വെറുതെ വിട്ടു. അതിൽ എന്തോ മരിച്ചവനൊക്കെ മരിച്ചു, പോയവർക്കൊക്കെ പോയി, ജീവിതം തീർന്നവരുടെയൊക്കെ തീർന്നു. അതുകൊണ്ട് ആരെങ്കിലും ചാവാനും കൊല്ലാനും മരിക്കാനും വേണ്ടി പാർട്ടിയാണ് പ്രത്യയശാസ്ത്രമാണെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിന് പിടിക്കാൻ പോയി പിടിച്ചാൽ ഉണ്ടാക്കിയ അച്ഛനും അമ്മയ്ക്കും പോയി, അല്ലെങ്കിൽ ഭാര്യ മക്കൾക്കും പോയി, അല്ലെങ്കിൽ പെങ്ങന്മാർക്ക് പോയി. അത്രയേ ഉള്ളൂ. അത് ഓർത്തിരുന്നാൽ നല്ലതാണ്. ബാക്കിയെല്ലാം അപ്പോഴപ്പോഴുള്ള ഏർപ്പാടുകളും കച്ചവടവും അധികാരവും ആമാശയവുമാണ്.